ഞാൻ ആദ്യമേ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ഷഹീർ. ഞാൻ സ്വദേശം ആലപ്പുഴയാണ്. ഞാനൊരു സോൾ ട്രെയിനറും വെൽത്ത് കോച്ചുമാണ്. ഇപ്പോൾ നമുക്ക് ഇത്രയും ദിവസങ്ങളിൽ നമുക്ക് നടന്നതിൽ നമ്മൾ നമ്മുടെ തന്നെ ആത്മാവിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും കാര്യങ്ങളുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ നമുക്ക് നമ്മുടെ ആത്മാവിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും എല്ലാം ഒരേ ദിശയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് വേണ്ടുന്ന എല്ലാവിധ കാര്യങ്ങളും യൂണിവേഴ്സ് അല്ലെങ്കിൽ ദൈവം അള്ളാഹു നമുക്ക് തരുന്നത്. അപ്പൊ ഇതില് പലർക്കും സംശയം ഉണ്ടാവാം. ഇപ്പം ഇന്നലെ ഷൈൻ സാറ് പറഞ്ഞതുപോലെ എല്ലാവരും അല്ലെങ്കിൽ പലരും പറയും, ഞാൻ ഇത്രയും ദിവസം വന്ന് കുത്തിയിരുന്നു, എനിക്ക് വലിയ പ്രയോജനങ്ങളൊന്നും കിട്ടിയില്ല, എനിക്കായിട്ട് മാത്രം അല്ലെങ്കിൽ എനിക്ക് മാത്രം എന്താണെന്ന് കിട്ടാത്തത്, അല്ലെങ്കിൽ ഞാൻ മാത്രം എന്താണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എനിക്ക് യാതൊരുവിധ പ്രയോജനങ്ങളും പല ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടും എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്നുള്ള ഡൗട്ടുകളൊക്കെ കാണും. അപ്പൊ അതിന്റെ ഒരു പോയിന്റാണ് ഞാൻ ഇന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തില് ഉയർച്ചയും താഴ്ചകളും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ ഉയർച്ചയും താഴ്ചയും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന മനോഭാവം എന്താണ്, അതാണ് നമ്മളെ വിജയത്തിലേക്കും പരാജയത്തിലേക്കും നയിക്കുന്നത്. അപ്പൊ നമ്മുടെ മനോഭാവം അഥവാ നമ്മുടെ ആറ്റിറ്റ്യൂഡ് കൃത്യമാക്കാനുള്ള ഒരു പോയിന്റാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പൊ അതിലൊരു ഉദാഹരണമായിട്ട് നമുക്ക് വ്യക്തമായ ഒരു ഉദാഹരണം തരാം. നമുക്ക് നമ്മളുടെ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ക്ലാസ് റൂമിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. അപ്പൊ അവിടെ ഒരു ക്ലാസ് റൂമിൽ ടീച്ചറും കുട്ടികളും എല്ലാം ഉണ്ട്. അതായത് വലിയ പരീക്ഷയുടെ, അതായത് നമ്മുടെ ആനുവൽ എക്സാമിന്റെ തലേ ദിവസം ടീച്ചർ കുട്ടികളെയൊക്കെ വിളിച്ചിട്ട് ഒരു ഉപദേശം കൊടുക്കുകയാണ്. കാരണം ഫെയർവെൽ ആണല്ലോ. അപ്പൊ അതില് ടീച്ചർ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താവാനാണ് ആഗ്രഹം? ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുമല്ലോ. നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോൾ നിങ്ങൾ തുടർ പഠനങ്ങളും എല്ലാമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എവിടെ എത്തിച്ചേരാനാണ്, അല്ല എന്താകാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾ ഓരോന്നായിട്ട് പറഞ്ഞു, എനിക്ക് ഡോക്ടർ ആവണം, എനിക്ക് എഞ്ചിനീയർ ആവണം, ചിലർ പറഞ്ഞു എനിക്ക് അഡ്വക്കേറ്റ് ആവണം, കുറച്ച് പെൺകുട്ടികൾ പറഞ്ഞു എനിക്ക് മേഡത്തിനെ പോലെ എനിക്ക് ടീച്ചറായാൽ മതി. അങ്ങനെ എല്ലാവരും വ്യത്യസ്തമായ അഭിപ്രായങ്ങളും അനുഭവങ്ങളുമാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പഠിച്ചിറങ്ങിയ സമയത്തും നമ്മൾ ഇതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ ഡോക്ടറാണോ എഞ്ചിനീയർ ആണോ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടായിരിക്കും ഇറങ്ങിയത്. പക്ഷെ പലർക്കും ആ രീതിയിൽ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. അപ്പം ടീച്ചർമാർക്ക് ഇത് കൃത്യമായിട്ട് അറിയാമല്ലോ. ഓരോ കുട്ടികളും കാരണം ഒരു 10-40 വർഷത്തോളം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ കുട്ടികളും എവിടം വരെ എത്തിയിട്ടുണ്ട്, ചില കുട്ടികൾ എവിടം വരെ എത്താത്തതുണ്ട് എന്നുള്ള രീതിയിൽ ആ ടീച്ചർ നല്ലൊരു ഉപദേശമാണ് ആ കുട്ടികൾക്ക് കൊടുത്തത്. അപ്പൊ വീണ്ടും ഈ ടീച്ചർ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ഓക്കെ, നിങ്ങളുടെ കരിയർ നല്ലതാവാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഗ്രഹിച്ച് നടക്കുന്നത്. പക്ഷെ ഒരു വ്യക്തിയുടെ ജീവിത വിജയത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ നിങ്ങളുടെ ചോദിക്കുകയാണ്. അതിനുള്ള ഒരു മറുപടി കൂടി നിങ്ങൾ തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ജീവിത വിജയത്തിന് വേണ്ട കാര്യങ്ങൾ കുട്ടികൾ മറുപടി കൊടുക്കുവാണ്. ഇപ്പം കുട്ടികളൊക്കെ വളരെ ഉത്സാഹത്തോടെ, ചിലർ പറഞ്ഞ് ഹാർഡ് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ ടീച്ചർ അത് ജീവിത വിജയത്തിന് വലിയൊരു മുന്നോടിയായിരിക്കും. ചിലർ പറഞ്ഞു കോൺഫിഡൻസ് ആണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ്. ചില കുട്ടികൾ പറഞ്ഞു നമുക്കുള്ള നോളജ്, അറിവ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ചില കുട്ടികൾ പറഞ്ഞു നമ്മുടെ ലുക്ക്, സ്മാർട്ട് ലുക്ക്, പെരുമാറ്റം, അങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കും നമുക്ക് കൂടുതൽ പ്രയോജനം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ കുട്ടികൾ പറഞ്ഞ ഓരോ അഭിപ്രായങ്ങളും ടീച്ചർ ബോർഡിൽ എഴുതിയിട്ടു. എന്നിട്ട് ടീച്ചർ ഒരു കാര്യം ചെയ്തതെന്ന് വെച്ചാൽ A to Z വരെ, അതായത് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ A to Z വരെ ബോർഡിൽ എഴുതുവാണ്. അതിനുശേഷം ടീച്ചർ അതിന് സീരിയൽ നമ്പർ കൊടുക്കുവാണ്. എക്ക് 1 ബിക്ക് 2 സിക്ക് 3 തുടങ്ങി അങ്ങനെ ഓരോ സീരീസും കൊടുത്തു വന്ന് ഏറ്റവും ലാസ്റ്റ് Z വരുമ്പോൾ 26ാമത്തെ നമ്പരും ടീച്ചർ ബോർഡിൽ എഴുതി. ശേഷം ടീച്ചർ പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടിയ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഒരു പേനയും പേപ്പറും എടുത്തിട്ട് എഴുതാൻ പറഞ്ഞു. അപ്പോൾ ഹാർഡ് വർക്ക് എഴുതിയവരുണ്ട്, കോൺഫിഡൻസ് എഴുതിയവരുണ്ട്, സ്മാർട്ട് വർക്ക് എഴുതിയവരുണ്ട്, നോളജ് എഴുതിയവരുണ്ട്. അങ്ങനെ പല പല കണ്ടന്റുകൾ എഴുതിയ അല്ലെങ്കിൽ പല പല വേർഡുകൾ എഴുതിയ കുട്ടികൾ അവരുടെ മാർക്ക് കൃത്യമായിട്ട് കൂട്ടുവാണ്. അതായത് ഓരോന്നോരോന്ന് കൂട്ടി വന്നപ്പോൾ ചിലവർക്ക് ടോട്ടൽ കിട്ടിയ ഒരു സംഖ്യ എന്ന് പറയുന്നത് 96, ചിലവർക്ക് 96 കിട്ടിയവരുണ്ട്, ചിലവർക്ക് 95 കിട്ടിയവരുണ്ട്, ചിലവർക്ക് 79 കിട്ടിയവരുണ്ട്, ചില കുട്ടികൾക്ക് 82 കിട്ടിയവരുണ്ട്. അങ്ങനെ ടീച്ചർ ലാസ്റ്റ് പറഞ്ഞു, ഞാനൊരു വേർഡ് ബോർഡിൽ എഴുതാൻ പോവുകയാണ്, എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞ് ടീച്ചർ ആറ്റിറ്റ്യൂഡ് എന്ന് ബോർഡിൽ എഴുതിയിട്ട് അതിന് ആനുപാതികമായിട്ടുള്ള സംഖ്യകൾ കൂട്ടാൻ തുടങ്ങി. അപ്പൊ അത് കൂട്ടി വന്നപ്പോൾ കറക്റ്റ് 100 എന്നൊരു സംഖ്യയാണ് ടീച്ചർക്ക് കിട്ടിയത്. അപ്പൊ വീണ്ടും ടീച്ചർ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി എന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾ പറഞ്ഞു, അത് നമുക്ക് 100% പോയിന്റ് കിട്ടിയെന്നുള്ള ഒരു കാഴ്ചപ്പാട് ചിലർ പറഞ്ഞു. ചില കുട്ടികൾ പറഞ്ഞു നമ്മളുടെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കും ബെറ്റർ എന്നുള്ള ചിന്ത അവർക്ക് വന്നു. അപ്പൊ അതില് ടീച്ചർ കുട്ടികൾക്ക് ഒരു ഉപദേശം കൊടുത്തു. അതായത് ഈ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ ജീവിതത്തിൽ മെയിനായിട്ട് വേണ്ടതാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്, അല്ലെ നമ്മുടെ മനോഭാവം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് എത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ടും എത്ര വിവരം ഉണ്ടായിട്ടും എന്തുമാത്രം കഠിനാധ്വാനം ചെയ്തിട്ടും ഒരു കാര്യവുമില്ല. നമ്മുടെ ആറ്റിറ്റ്യൂഡ് മോശമാണെങ്കിൽ എല്ലാം അവിടെ തകിടം മറിയുക. അപ്പോ ഒന്നുകൂടെ ചുരുക്കി പറഞ്ഞാൽ ഓരോ കാര്യങ്ങളിൽ നമ്മൾ സ്വീകരിക്കുന്ന മനോഭാവം എന്താണോ അത് തന്നെയാണ് നമ്മളുടെ വിജയത്തിന്റെയും താക്കോൽ. അപ്പൊ നമ്മുടെ മനോഭാവം ഏറ്റവും നല്ലതാണെങ്കിൽ അതിനനുസരിച്ചുള്ള റിസൾട്ട് ആവും നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എല്ലാം ഉണ്ട്, നമ്മുടെ മനോഭാവം മോശമാണെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും ഒരു വിജയത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല. ഒരു നല്ലൊരു ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കാൻ ഈ മനോഭാവം നമ്മളെ, ഇപ്പോ ഷൈൻ സാർ പറയുന്ന പോലെ
നമ്മുടെ സാത്താൻ നമ്മളെ വഴിതെറ്റിക്കുമെന്ന് പറയുന്ന പോലെ നമ്മുടെ മനോഭാവം തന്നെ നമ്മളെ പല വഴികളിലേക്ക് മാറ്റിക്കളയും. അതുകൊണ്ടാണ് പല ആൾക്കാർക്കും, ചിലവർക്ക് നല്ല സാമ്പത്തികമുണ്ട്, ഈ സാമ്പത്തികമുള്ളവർ തന്നെ മനോവിഷമം അനുഭവിക്കുന്നവരുണ്ട്. അവർ കുടുംബജീവിതത്തിൽ സക്സസ് ആവണമെന്നില്ല. ചില കുടുംബങ്ങളിൽ അവരുടെ മനോഭാവം നല്ലതായതുകൊണ്ട് സാമ്പത്തിക കുറവുണ്ടെങ്കിലും അവര് കുടുംബജീവിതം നല്ല വളരെ ഭംഗിയായിട്ട് കുട്ടികളും അതുപോലെ തന്നെ അച്ഛനമ്മമാരും ഭാര്യ ഭർത്താക്കന്മാരുമായിട്ട് നല്ല രീതിയിൽ വളരെ സ്നേഹിച്ച് മുന്നോട്ട് പോകുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ മനോഭാവം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിലൂടെ പതുക്കെ പതുക്കെ അപ്പൊ ഈ ഏകദേശം ഒരു 22 ദിവസം നമ്മൾ കണ്ടിന്യൂ ചെയ്യുവാണ്. അപ്പോൾ പലർക്കും പല പല അനുഭവങ്ങളായിട്ട് വരുന്നുമുണ്ട്. മാത്രമല്ല പലർക്കും നമ്മുടെ മാനസിക വിഷമങ്ങളും അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദങ്ങളും ഒക്കെ മാറിയതായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ഫീഡ്ബാക്കിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ പണ്ടൊക്കെ എനിക്കും പല ക്ലാസ്സുകളും പങ്കെടുക്കുമ്പോൾ ഞാൻ പല ട്രെയിനറോടും അതുപോലെ തന്നെ ഷൈൻ സാറിനോട് പോലും ഞാൻ ചോദിച്ചിട്ടുണ്ട്, സാറേ എനിക്ക് മാത്രം എന്താണൊന്നും സംഭവിക്കാത്തതെന്ന് ഞാൻ ചോദിച്ചിട്ടുള്ള. അപ്പൊ ഈ ഒരു അനുഭവം എന്റെ മനസ്സിൽ കിടന്നുകൊണ്ടാണ് ഈ ഒരു പോയിന്റ് ഇന്ന് ഇവിടെ പറയണമെന്ന് എനിക്ക് തോന്നിയത്. അപ്പോ നമ്മൾ മനോഭാവം മാറ്റാതെ നമുക്ക് മുന്നോട്ട് എങ്ങനെയൊക്കെ പോയാലും നമ്മൾക്ക് വിജയിക്കാൻ പറ്റില്ല. ആ ഒരു കാര്യം എല്ലാവരും ഓർക്കുക. നമുക്ക് നമ്മളേതായാലും വെയിറ്റ് ചെയ്തിരുന്ന നമ്മുടെ മെന്റർ ഷൈൻ സാറിന്റെ പ്രോഗ്രാമിലേക്ക് നമുക്ക് കടക്കാം. നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു വെൽക്കം മെസ്സേജ് ടൈപ്പ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായി നമ്മൾക്ക് കാതോർക്കാം. എല്ലാവരും ഒന്ന് വെൽക്കം മെസ്സേജ് ടൈപ്പ് ചെയ്തിടുക. ഷൈൻ സാർ, അപ് ടു യു. അപ്പൊ മനുഷ്യർക്ക് ഒരു വിചാരമുണ്ട്. എന്താണ് മനുഷ്യരുടെ ഒരു വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യന്റെ പൊതുവേ ഉള്ള ഒരു വിചാരമാണ് ഈ കാലഘട്ടത്തിൽ. നമ്മുടെ കുറെ ജനറേഷൻ മുമ്പൊന്നും ഇങ്ങനെയുള്ള തോട്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് അവരുടെ ശക്തിയെക്കുറിച്ചും അവരുടെ മനസ്സിന്റെ ശക്തിയെക്കുറിച്ചും മനഃശക്തിയെക്കുറിച്ചും സോൾ പവറിനെ കുറിച്ചും ഒക്കെ കൃത്യമായ ധാരണയുണ്ടായിരുന്നു. ജനറേഷനുകൾക്ക് മുമ്പ് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. അവർക്ക് ഒന്നിനും ഭൂമിയിൽ ഭയം ഉണ്ടായിരുന്നില്ല. എവിടെ പോകാനും ഭയം ഉണ്ടായിരുന്നില്ല. ഭൂമി മുഴുവൻ അവരുടെ വീടായിരുന്നു. എവിടെ വേണമെങ്കിലും കിടന്നുറങ്ങും, ആരും ഉപദ്രവിക്കില്ല. കിടന്നുറങ്ങണ കണ്ടു കഴിഞ്ഞാൽ മൃഗങ്ങളൊക്കെ മാറിപ്പോവാ വഴി. ഒരു മനുഷ്യൻ കിടന്നുറങ്ങാണ്ട് ഇന്നാണെങ്കിലോ ഓടിച്ചിട്ട് ചവിട്ടി ചൊറിച്ച് തിന്നും. അപ്പോ നമ്മുടെ മനസ്സിലുള്ള ഒരു ചിന്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂതഗണങ്ങൾക്കും ജിന്നുകൾക്കും മാലാകമാർക്കും ഒക്കെ താഴെയാണ് നമ്മുടെ, അല്ലെ? അവർക്കൊക്കെ ഭയങ്കര സൂപ്പർ പവറാണ്. അങ്ങനെ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? നമ്മളെ ഉപദ്രവിക്കാൻ വരുന്ന പിശാചുക്കൾ, ഭൂതഗണങ്ങൾ, ഡീമൻസ്, അദൃശ്യ ശക്തികൾ, ജിന്നുകൾ, പിശാചുക്കൾ, സാത്താൻമാർ, സാത്താൻ, അവന്റെ അനുയായികൾ, ഇനി അതിന്റെ മുകളിലത്തെ റേഞ്ചിലുള്ള പിന്നെ ആരാണ്? മാലാകമാർ, ദേവഗണങ്ങൾ. അതായത് കുറച്ചുകൂടി ലെവല് കൂടിയ ആൾക്ക്, വായു, കാറ്റ്, വെളിച്ചം, ഇതിനെയൊക്കെ കൊണ്ടുവരുന്ന ആ ഡ്യൂട്ടി മാത്രമുള്ള ആൾക്ക്. അവരൊക്കെ മുകളില്. പിന്നെ കുറെ മനുഷ്യന്മാരും നമ്മളെക്കാളൊക്കെ മുകളില്. എന്നിട്ട് അതിന്റെ താഴെയാണ്, അല്ലെ? എന്നല്ലേ നിങ്ങളുടെയൊക്കെ വിശ്വാസം? എന്റെ മുകളിലും കുറെ പേര് ഭയങ്കര സൂപ്പർ പവർ ആയിട്ടുള്ള കുറെ. എന്റെ മുകളിൽ ഇലോൺ മസ്ക്, യൂസഫ് അലി, അല്ലെ? ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ മനസ്സിലെ വിചാരം അതല്ലേ? മനസ്സിന്റെ വിചാരം എന്ന് പറയുന്നത് നമ്മളെല്ലാത്തിന്റെയും താഴെ, അല്ലെ? എന്റെ മുകളില് ബാക്കിയല്ല. അങ്ങനെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് താഴെയാണ്. നിങ്ങളുടെ മനസ്സിൽ എപ്പോഴെങ്കിലും ഞാൻ ഇങ്ങനെ താഴെയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലം അതിനൊക്കെ അപ്പുറത്താണ്. നിങ്ങളുടെ തലം നിങ്ങൾ തിരിച്ചറിയുന്നില്ല എന്നേ ഉള്ളൂ. നിങ്ങളുടെ തലം നിങ്ങൾ തിരിച്ചറിയുന്നില്ല. നിങ്ങളുടെ തലം എന്ന് പറയുന്നത് നിങ്ങൾ ഭൂമിയിൽ വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് രൂപം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ, നിങ്ങൾ പുറത്തേട്ട് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ തലം വേറെയാണ്. ആ തലം എന്താണ്, നിങ്ങൾ എവിടെയാണ് എന്ന് തിരിച്ചറിയിപ്പിച്ച് തരിക എന്നുള്ളതാണ് ഈ മിറാക്കിൾ മോർണിംഗ് ട്രാവൽ എന്നുകൊണ്ട്. നിങ്ങളുടെ തലം എന്താ, ഇതിന്റെ എല്ലാ വിശദ വിവരങ്ങളും ഞാൻ ആരോടും ഷെയർ ചെയ്തിട്ട്, അങ്ങനെ ഷെയർ ചെയ്യാനും പറ്റും. നിങ്ങൾക്ക് ഘട്ടം ഘട്ടമായി മനസ്സിലാക്കേണ്ടതാണ്. ഘട്ടം ഘട്ടമായി നിങ്ങൾ സ്വയം മനസ്സിലാക്കേണ്ടതാണ്. അപ്പോ നിങ്ങൾ ആദ്യം വേണ്ടത്, ഒരുപാട് നിങ്ങൾ തേച്ച് മിനുക്കി ഇത് വേണം. അത് ഓരോ ദിവസവും തേച്ച് മിനുക്കുന്ന പ്രോസസ്സാണ് നമ്മൾ നടക്കുന്നത്. അപ്പൊ ഓരോ ദിവസവും നിങ്ങൾ കൃത്യമായിട്ട് പങ്കെടുക്കണം. കൃത്യമായിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള പുണ്യമായ ഒരു പൂന്തോട്ടമുണ്ട്. ഒരു പൂന്തോട്ടം അതങ്ങനെ ഈസി ആയിട്ട് പുറം ലോകത്തായിട്ടൊന്നും ബന്ധപ്പെടൂല. പുറം ലോകത്ത് കാണുന്ന രീതിയിലുള്ള ഉദ്യാനം അല്ല. അത് നിങ്ങളുടെ നിശബ്ദതയുടെ മണ്ണിൽ, നിങ്ങളുടെ അവബോധത്താൽ നനയ്ക്കപ്പെടുന്ന നിങ്ങളുടെ സാന്നിധ്യത്തിന്റെ വെളിച്ചത്തിൽ ആണിത് വരും. നിങ്ങളുടെ സാന്നിധ്യം പൂന്തോട്ടം നിങ്ങൾക്ക് കാണാം, അല്ലാതെ കാണാൻ പറ്റും. അതിന് കാലമില്ല. കൃത്യമായ ലോകം. നിങ്ങൾക്ക് പേരിടുന്നതിന് മുമ്പ് നിങ്ങൾ ആരായി, പേരിടുന്നതിന് തൊട്ട് നിങ്ങൾ ആര്, അതിനെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അത് കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളില്ല. അത് കണ്ടെത്താൻ എല്ലാവർക്കും പറ്റുകയും ചെയ്യും. അതങ്ങനെ വലിയ ടാസ്ക് ഒന്നുമല്ല. കാരണം ഇത്രയും ആധുനികമായ യുഗത്തിൽ നമുക്ക് എന്ത് പറഞ്ഞാലും പണ്ടതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലായിരുന്നു. കാരണം അവരുടെ ജീവിതം തന്നെ വേറൊരു ലെവലായിരുന്നു. കാരണം അന്നത്തെ ഇതിനു വേണ്ടി അധ്വാനിക്കണം. അത് ചിലപ്പോൾ കിട്ടൂല, ചിലപ്പോൾ കിട്ടും. എന്തെങ്കിലും കഴിക്കാനുള്ള കിട്ടും, അത് കഴിക്കും. അന്നത്തെ പ്രശ്നം തീർന്നു, അവര് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് തിന്നാനും കുടിക്കാനും ഒക്കെ നമുക്ക് ഉണ്ടെങ്കിലും പ്രശ്നങ്ങൾ ഒരുപാടാണ്. ഇന്ന് തിന്നാനും കുടിക്കാനും ഇല്ല, പ്രശ്നങ്ങൾ തീരെ കുറവാണ്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമുക്ക് എല്ലാവർക്കും, ആരും അങ്ങനെ തീരെ ദാരിദ്ര്യം
ദാരിദ്ര്യാവസ്ഥയിലല്ല ഉള്ളത്. കുറെ കടങ്ങളും കുറെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും പലരും മിനിമം 2 നേരമെങ്കിലും ഭക്ഷണം കഴിക്കാനുള്ള, നന്നായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള വകയെങ്കിലും എല്ലാവരുടെയും കയ്യിലുണ്ട്. ഇപ്പൊ മനുഷ്യനെ അലട്ടുന്ന പ്രശ്നം അതൊന്നുമല്ല. അത് നിങ്ങൾ എത്ര കോഴ്സിൽ പോയാലും എത്ര ക്ലാസ്സിൽ പോയാലും നിങ്ങൾക്ക് കിട്ടാത്തതും. പിന്നെ എന്താണെന്ന് മനസ്സിലാക്കാതെ ചിലയിടത്ത് പോയിരുന്ന് സ്വന്തം ധർമ്മവും സ്വന്തം നീതിബോധവും സ്വന്തം മൂല്യവും സ്വന്തം അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും എല്ലാം ത്യജിക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാം വിട്ടു കളഞ്ഞിട്ട് ഇനി അങ്ങനെയെങ്കിലും എനിക്കൊന്ന് രക്ഷ കിട്ടിയാൽ മതി എന്ന് വിചാരിച്ച് പോയി അടിമ പോലെ നിൽക്കുന്ന എത്ര പേരുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഇവിടെ നിങ്ങൾ രാജാക്കന്മാരാ. ഇവിടെ നിങ്ങൾ രാജാക്കന്മാരാ. പ്രശ്നം തീരാൻ വേണ്ടി പോയിട്ട് അടിമ പോലെ നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും എനിക്കൊന്ന് പരിഹരിച്ചതാ, ഞാൻ ഒന്ന് സ്വസ്ഥമായിട്ട് അങ്ങനെയല്ല. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് പേരിടുന്നതിന് മുമ്പ് നമ്മുടെ സമയങ്ങളും സമയപരിധികളും ഈ ടിക് ടിക് എന്നുള്ള സൗണ്ടും മാറുന്ന വാച്ചും സമയം നോക്കിയുള്ള ഇരിപ്പും എല്ലാം വരുന്നതിന് മുമ്പ് നമ്മൾ അതൊന്നും അല്ലാത്ത നിശ്ചലമായ ഒരു ആത്മാവുണ്ട്. നിശ്ചലമായ നമ്മൾ അതിന്റെ സുഗന്ധം അനുഭവിച്ചിട്ടുണ്ട്. പണ്ട് കുഞ്ഞ് പേരിടുന്നതിന് മുമ്പ് നമ്മൾ അതിന്റെ സുഗന്ധം അനുഭവിച്ചിട്ടുണ്ട്. ജനിച്ച് വലുതായപ്പോഴും നിങ്ങൾ ആ സുഗന്ധം അനുഭവിച്ചിട്ടുണ്ട്. ചില സമയത്ത് നിശ്ചലമായി നിന്ന ചില സമയങ്ങളിൽ, ചിലപ്പോൾ ഒരു സൂര്യാസ്തമയം നോക്കി നിന്ന സമയത്തായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ എന്തോ ഒന്ന് ശ്രദ്ധിച്ചിരുന്ന എല്ലാം മറന്ന ഒരു സമയത്തായിരിക്കും. നിങ്ങൾക്ക് പോലും ഓർമ്മ ഉണ്ടാവില്ല ആ ടൈം ഏതാന്ന്. നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. അത് ഇപ്പോഴാന്ന് മനസ്സിലാവില്ല. ആ എന്തോ ഒന്നും അറിയാത്ത നിങ്ങളെ എന്തോ ഒരു സ്നേഹം വന്ന് നിങ്ങളെ ആലിംഗനം ചെയ്ത ഒരു നിമിഷം ഉണ്ടാവും. പക്ഷെ അത് പെട്ടെന്ന് മറന്നു പോകും. എന്നിട്ട് വീണ്ടും നമ്മൾ ചാടി ഈ സമയത്തിലേക്ക് വീഴും. പ്രതീക്ഷകൾ, ആഗ്രഹങ്ങൾ അതിനകത്തേക്ക് വീഴും. പെട്ടെന്ന് ചാടി വീഴും. നിങ്ങൾ പലപ്പോഴും അത് അനുഭവിച്ചിട്ടുണ്ടാവും. നമ്മുടെ ഇപ്പൊ ഈ 23, 24 ദിവസത്തെ ഈ പ്രോഗ്രാമിൽ നിങ്ങൾ ഇടയ്ക്ക് അത് അനുഭവിച്ചിട്ടുണ്ടാവും. ആ നിശ്ചലമായിരുന്ന ആ സമയത്ത്. അപ്പോഴും നിങ്ങളുടെ മനസ്സ് വീണ്ടും ചാടി വീഴും. വീണ്ടും പുതിയ ഇതിലേക്ക് ചാടി വീഴും. ഇവിടെ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? നിങ്ങൾ ഈ പറയുന്ന നിങ്ങളെ എപ്പോഴെങ്കിലും നിങ്ങളുടെ പ്രപഞ്ചം നിങ്ങളെ ഒരു കുട്ടിയെ ചേർത്ത് പിടിക്കുന്നത് പോലെ ചേർത്ത് പിടിക്കുന്ന ചില നിമിഷങ്ങളുണ്ട്. കുഞ്ഞു കൊച്ചിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കൂലേ? കുഞ്ഞു കൊച്ചിനെ ഇങ്ങനെ പിടിച്ച് ആ ഒരു ഫീലിംഗ് വരുന്ന ഒരു ടൈം ഉണ്ടാവും നമുക്ക്. നിശബ്ദതയില്, നിശ്ചലതയിൽ. ഫ്രീസ് സ്റ്റാച്ചു എന്ന് പറയുമ്പോ നിൽക്കൂലേ? സ്റ്റാച്ചു എന്ന് പറയുമ്പോ ഫ്രീസ് ആയിരിക്കുമ്പോ അത് കളിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും. സ്റ്റാച്ചു എന്ന് പറയുമ്പോ അത് കംപ്ലീറ്റ്ലി ഫ്രീസ് ആവാണ്. കംപ്ലീറ്റ്ലി ആ ഒരു ഉദ്യാനത്തിലേക്ക് നിങ്ങൾ കയറി കഴിഞ്ഞാൽ, ആ ഒരു പൂന്തോട്ടത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ഭൂതകാലം ഒരിക്കലും നിങ്ങളെ വേണ്ട. ഭൂതകാലം, കഴിഞ്ഞു പോയ കാലം കടലിനക്കരെ, അല്ലെ? കാറ്റിനക്കരെ. എവിടെയാ കഴിഞ്ഞു പോയ കാലം? ഒരിക്കലും പിന്നെ നിങ്ങളെ കാറ്റിനക്കരയാണോ? ആറ്റിനക്കരയാണ്. കഴിഞ്ഞു പോയ കാലം ആറ്റിനക്കരെ, അല്ലെ? നിങ്ങൾ ആ ഉദ്യാനത്തിലേക്ക് കയറി കഴിഞ്ഞാൽ കഴിഞ്ഞു പോയതൊന്നും നിങ്ങളെ വേട്ടയാടില്ല. ഒന്നും വേട്ടയാടി. വരാനുള്ള ഭാവി നിങ്ങളെ ഒരിക്കലും സമ്മർദ്ദത്തിലാക്കൂല. ഈ വർത്തമാനകാലം നിങ്ങളെ പെട്ടെന്ന് ധൃതി പിടിച്ച് അത് ചെയ്തു ഇത് ചെയ്തോ അങ്ങനെ ആക്കൂല. സ്വസ്ഥമായി നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി കൃത്യമാക്കി. ഉദ്യാനത്തിൽ എപ്പോഴും സ്നേഹം മാത്രമായിരിക്കും. കാലത്തിനപ്പുറത്തുള്ള ഒരു ഉദ്യാനം, കാലത്തിനപ്പുറത്തുള്ള ഒരു പൂന്തോട്ടം, ആത്മാവ് പൂക്കുന്ന ഇടമാണ്. അതിന് നിങ്ങൾ ആശങ്കകൾ, സംശയങ്ങൾ, മുഖം മൂടികൾ, ഭാരമേറിയ നിങ്ങളുടെ ചെരുപ്പുകൾ, ഭാരമേറിയ നിങ്ങളുടെ വികാരങ്ങൾ, ഭാരമേറിയ നിങ്ങളുടെ വിചാരങ്ങൾ എല്ലാം നിങ്ങൾ ഇവിടെ ഏതെങ്കിലും രീതിയിലുള്ള സംശയം കൊടുക്കുന്ന ആളുകൾ, അതൊക്കെ കുറെ ഓവർ സംശയം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്താണ് ഇങ്ങനെ ചിന്തിച്ച് കാട് കയറി പോകുന്നവരൊക്കെ ഓട്ടോമാറ്റിക്കലി തെറിച്ചു പോകും. നമ്മള് ഈ കൂടത്തിന് ഇങ്ങനെ അടിച്ച് മറ്റേ ഇരുമ്പ് പരുവപ്പെടുത്തുമ്പോ ഈ കീടം തെറിച്ചു പോവാന്ന് പറയും. കീടം അതുപോലെ തെറിച്ചു പോകും. ഭയങ്കര ആവേശത്തോടു കൂടിയൊക്കെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. നിങ്ങൾ വിചാരിക്കുമോ ഇവര് മല മറിക്കും എന്നായിരിക്കും ഇത് ഒന്നും മിണ്ടാതിരിക്കുന്ന ആൾക്കാരൊക്കെ വിചാരിക്കും അവരൊക്കെ തെറിച്ച് പോയി കഴിഞ്ഞു. കുറെ ഒന്നും സംഭവിക്കാൻ പോണില്ല. അവരുടെ ആശങ്കകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായിട്ട് അവർ നരകത്തിൽ ജീവിക്കുക എന്ന് പറയില്ല. അതുപോലെ ഇതെല്ലാം നിങ്ങളുടെ ആശങ്കകൾ, സംശയങ്ങൾ, മുഖം മൂടികൾ, ഭാരമേറിയ ചെരുപ്പുകൾ, ഭാരമേറിയ വികാരങ്ങൾ, ഇമോഷൻസ്, ഇതെല്ലാം നിങ്ങൾ അവിടെ ഉപേക്ഷിക്കണം. ആ ഉപേക്ഷിക്കുന്നിടത്താണ് അനന്തതയുടെ ആ പൂന്തോട്ടം, ആ ആത്മാവ് നൃത്തം ചെയ്യാൻ തുടങ്ങും. അനന്തതയുടെ പൂർണ്ണമായിട്ടും നിങ്ങൾ ഈ പൂന്തോട്ടത്തിൽ പ്രവേശിക്കണമെങ്കിൽ അത് നിശബ്ദതയിലൂടെ തന്നെയാണ്. നിശബ്ദത എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇല്ലാത്തതിന്റെ അഭാവത്തിന്റെ നിശബ്ദതയല്ല, മറിച്ച് നിറഞ്ഞ സാന്നിധ്യത്തിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമർപ്പിക്കുക എന്നുള്ളതാണ്. സമർപ്പിക്കുക. ഞാനാണ് ഈ ലോകത്തെ നിയന്ത്രിക്കേണ്ടത്, ഞാനാണ് എന്റെ ലോകത്തെ നിയന്ത്രിക്കേണ്ടത് എന്ന ആ നിങ്ങളുടെ ആ പിടുത്തം ഉണ്ടല്ലോ, കടും പിടുത്തം അത് ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുക. അതൊന്ന് വിടുക, സമർപ്പിക്കുക. ഇതൊന്നും ഓപ്പൺ ആയിട്ട് പറ്റാത്തത് കൊണ്ട്, ഈ ആളുകളുടെ ഇടയിൽ ഇരുന്ന് പറ്റാത്തത് കൊണ്ടാണ് പലരും ഓടിപ്പോയത്.
ഗുഹകളിലേട്ടും കാടുകളിലേട്ടും മരുഭൂമിയുടെ അലഞ്ഞതും ഒക്കെ ഇതിനു വേണ്ടിയിട്ടാണ്. സത്യത്തിൽ അവർ ഓടിപ്പോയതല്ല, അവരിലേക്ക് മടങ്ങുമായിരുന്നു. ആ ഉദ്യാനത്തിനകത്തുള്ള അവന്റെ സ്വന്തം ഭവനത്തിലേക്ക്, അവന്റെ സ്വന്തം ആത്മാവിലേക്ക് മടങ്ങുമായിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നോണ്ട് ഇത് പറ്റും. നിങ്ങളുടെ വീട്ടിലിരുന്നോണ്ട്. അതിനാണ് ഞാനിവിടെ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത്. അതിനാണ് നിങ്ങൾ ഇവിടെ ഗൈഡ് ചെയ്യുന്നത്. നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങളുടെ സ്വന്തം ആത്മാവിന്റെ പവർ കണ്ടെത്താനും നിങ്ങളുടെ മനസ്സിന്റെ പവർ കണ്ടെത്താനും ഇന്നത്തെ മനുഷ്യന് സാധിക്കും. കാരണം അത്ര അവയർനെസ് ആണ് അവൻ. ഇവിടെ നിന്നൊക്കെ കിട്ടിയിട്ട് നിങ്ങളുടെ മനസ്സ് നിറച്ച അറിവുകൾ ഇങ്ങനെ കയറി നിൽക്കുകയാണ്. ഞാൻ ചുമ്മാ പറഞ്ഞു തന്നാൽ മതി, എനിക്ക് ഈസി ആയിട്ട് പണ്ട് ഇത് എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല. ഇന്നത്തെ ഏറ്റവും വലിയ സൗകര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന്, വളരെ സുന്ദരമായ ആത്മാവെന്ന് പറയുന്ന നിങ്ങളുടെ ആ ഉദ്യാനം, ആ പൂന്തോട്ടം എന്ന് പറയുന്നത് ഒരിക്കലും പുറത്തല്ല. പുറത്ത് നിങ്ങൾ അന്വേഷിച്ചാൽ കിട്ടൂല. നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ചിന്തയാകുന്ന മൂടുപടത്തിനകത്ത് പിന്നിൽ കാത്തിരിക്കുന്നുണ്ട് ആത്മാവ്, നിങ്ങളുടെ മൈൻഡ് പവർ. ആ മൈൻഡ് പവർ നേടാനാണ് നിശ്ചലതയാകുന്ന ആ വൃക്ഷച്ചോട്ടിൽ നമ്മൾ ഇരിക്കും. നിശ്ചലതയാകുന്ന ഇതെല്ലാം ഒരു സിമ്പിൾസ് ആണ്. സിമ്പിൾസ്. മനുഷ്യന്റെ മനസ്സ് എല്ലാം റീഡ് ചെയ്യുന്ന സൈക്കോളജി പറയുന്നത്, ആധുനിക സൈക്കോളജി പറയുന്നത്, എല്ലാം റീഡ് ചെയ്യുന്നത് പിക്ചർ ഫോമിലാണ്. നിങ്ങൾ ഒരു പിക്ചർ ഫോമിൽ റീഡ് ചെയ്യുന്നതുകൊണ്ടാണ് ആ പിക്ചർ ഫോമിൽ നിങ്ങൾ ആ നിശബ്ദത എന്ന് പറയുന്ന ഒരു വൃക്ഷത്തിന്റെ ചോട്ടിൽ പൂർണ്ണമായിട്ട് നിശ്ചലമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണത്. ദൈവികമായ സാന്നിധ്യത്തിൽ, ഡിവൈൻ പ്രസൻസിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും നിശബ്ദമായിട്ടിരിക്കും. അപ്പൊ നിങ്ങൾ കാലത്തിൽ നിന്നുള്ളതല്ല, സമയത്തിൽ നിന്നും വന്നതല്ല. സമയത്തിൽ നിന്നും വന്നതല്ല. സമയമല്ല. നിങ്ങൾ നിത്യതയിൽ നിന്നുള്ളതാണ്. നിത്യതയിൽ നിന്നും ഒരിക്കലും അവസാനിക്കാത്ത. ഇവിടെ നിങ്ങൾക്ക് ഒരിക്കലും പ്രായമാവൂല. ആ ഉദ്യാനത്തിൽ നിങ്ങൾക്ക് പ്രായമില്ല. പ്രായം എന്ന് പറയുന്ന സ്ഥാനം തന്നെ ഇല്ല. പ്രായം എന്ന് പറയുന്നത് നിങ്ങളുടെ വെറും ഈ ഇവിടുത്തെ ഒരു ഇല്യൂഷൻ മാത്രമാണ്. ഇല്യൂഷൻ. നിങ്ങൾ അത് കഴിഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ ദേഹം വിട്ടു പോകുമ്പോൾ അത് തീർന്നു. ആ പ്രായമില്ല, ഏജ് ഇല്ല. ഇതൊരു 25 വർഷം 30 വർഷം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ എന്നെ പ്രാന്താന്ന് പറഞ്ഞിട്ട് കല്ല് വെച്ചെറിയും. ഞാൻ എവിടെയെങ്കിലും പോയി ഒരു ജംഗ്ഷനിലൊക്കെ പോയി ഇങ്ങനെ ഇത് ഈ പറയുന്ന പോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഭൂരിപക്ഷം പേരും അങ്ങനെ ആയിരുന്നില്ല. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഭൂരിപക്ഷം പേരും ഒരുപാട് അവയർനെസ് കിട്ടി. ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ അവയർനെസ് കുത്തി നിറഞ്ഞാണ് നിങ്ങൾ ഇരിക്കുന്നത്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഒരു നാട്ടില് ക്ലോക്ക് നന്നാക്കുന്ന ഒരാളുണ്ടായിരുന്നു. ക്ലോക്ക് നന്നാക്കുന്ന ഒരാൾ. അദ്ദേഹം ഏത് ക്ലോക്കും നന്നാക്കും. ഒരുപാട് പേര് അതിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും, ആ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ ക്ലോക്ക് നന്നാക്കാൻ വേണ്ടി അവർ വരും. വലിയ ഘടികാരങ്ങൾ, വലിയ ക്ലോക്ക്, ഇതെല്ലാം നന്നാക്കലാണ് അയാളുടെ പണി. വളരെ ശ്രദ്ധയോടുകൂടി സൂക്ഷ്മമായി ഈ കണ്ണിന്റെ മുകളിൽ ലെൻസ് ഒക്കെ വെച്ച് അയാൾ ഇരുന്ന് എല്ലാം ശരിയാക്കി. എല്ലാവരുടെയും സമയം ശരിയാക്കി കൊടുക്കുന്ന അദ്ദേഹത്തിന്റെ ഉള്ളിലോ എപ്പോഴും ഒരു ഉത്കണ്ഠയാണ്, എപ്പോഴും ഒരു ടെൻഷനാണ്, എപ്പോഴും ഈ ഹൃദയം ടിക് എന്ന് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. രാത്രി സ്വപ്നങ്ങളിൽ പോലും അങ്ങനത്തെ ടിക് 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 അടിക്കുകയാണ്. എന്തോ ഒന്നും ശരിയാകുന്നില്ല. ഞാൻ എല്ലാവർക്കും സമയം ശരിയാക്കി കൊടുക്കുന്നുണ്ട്, എല്ലാം ശരിയാക്കി കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഞാൻ ശരിയാക്കി കൊടുക്കുന്ന, ഞാൻ നന്നായി കൊടുക്കുന്ന വാച്ചും ക്ലോക്കും ഒക്കെ വെച്ചിട്ടാണ് സമയം നോക്കുക. പക്ഷെ എന്റെ സമയം മാത്രം ശരിയല്ല എന്നാണ്. വേറെ ആരുടെ പ്രശ്നം പറഞ്ഞാലും എനിക്ക് അതിനെല്ലാം ആൻസർ ഉണ്ട്. സ്വന്തം പ്രശ്നത്തിന് ആൻസർ ഇല്ല. ഒരിക്കലും ഒരു ചെറിയ കുട്ടി വന്നിട്ട് പറഞ്ഞു, ഒരു വാച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഈ വാച്ച് ഇതിന് എന്തോ ഒരു ഇതുണ്ട്, വാച്ച് കൊണ്ടുവന്നു. വാച്ച് പൊട്ടിയിട്ടൊന്നുമില്ല, ഇത് വ്യത്യസ്തമായിട്ടാണ് ഇത് സമയം പറയണത്. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, എന്താണ് ഈ കൊച്ചു മോളെ നിന്റെ വാച്ചിന്റെ വ്യത്യസ്തത? എന്താണ് നിന്റെ വാച്ചിന്റെ വ്യത്യസ്തത? ഉടനെ ഈ കൊച്ചു പറയാണ്, ഉണ്ടോ ഈ വാച്ചിലിട്ട് നോക്കിയ ഈ വാച്ചില് ഒരു സമയം മാത്രമേ കാണൂ. അപ്പൊ ഈ വാച്ച് നന്നാക്കണ ആള് കയ്യിലിട്ട് നോക്കുകയാണ്. കയ്യിലിട്ട് നോക്കിയോ വാച്ചൊന്നും ഇല്ല. കൊച്ചു പറയാണ്, ഇതിനകത്ത് ഒരു സമയം മാത്രമേ. നിന്റെ വാച്ചിൽ ഇപ്പൊ സമയം എത്രയായി മോളെ എന്ന് ചോദിച്ചു വാച്ച് എന്നാൽ. ഉടനെ കൊച്ചു നോക്കിയിട്ട് പറയാണ്, ഇതില് എപ്പോ നോക്കിയാലും സമയം ഇപ്പോൾ എന്ന് തന്നെയാണ് ഇപ്പോഴും ഈ വാച്ചില് ഇപ്പോൾ എന്ന് തന്നെയാണ് കാണിക്കും. ആ വാച്ച് നന്നാക്കുന്ന ആ നാടിന്റെ മുഴുവൻ സമയം ശരിയായിക്കൊണ്ടിരിക്കുന്ന വലിയ ക്ലോക്ക് ടവറിലെ ക്ലോക്ക് റെഡി ആയിക്കൊണ്ട് സമയം നോക്കിക്കൊണ്ടിരിക്കുന്ന അയാൾക്ക് അപ്പോഴാണ് മനസ്സിൽ, അയാൾക്കന്ന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അയാൾ ഇങ്ങനെ നടന്നു, രാത്രി എഴുന്നേറ്റ് നടന്നു, ഉറങ്ങാൻ കഴിയാത്തതുകൊണ്ട് പട്ടണത്തിലൂടെ അലഞ്ഞ് അയാളുടെ നഗരം താണ്ടി അയാളുടെ അടുത്തുള്ള മലഞ്ചെരുവില് ഒരു പാത കണ്ടെത്തി. നിലാവിന് കീഴിൽ അയാള് ഒരു വാതിൽ കണ്ടെത്തി. ഇപ്പോഴാണ് അയാളുടെ മനസ്സിൽ ചിന്തിക്കുന്നത്, നിശബ്ദത കൊണ്ട് നിർമ്മിച്ച ഒരു വാതിൽ എന്റെ മനസ്സിൽ, ഞാൻ പോകുന്ന വഴിയിലുണ്ട്. ആ വാതിലിന് മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്, കാലത്തിനപ്പുറത്തുള്ള പൂന്തോട്ടത്തിലേക്ക് സ്വാഗതം, കാലത്തിനപ്പുറത്തുള്ള ഉദ്യാനത്തിലേക്ക് സ്വാഗതം. ഗൾഫ് നമ്പേഴ്സിലെല്ലാം അപ്ഡേറ്റ് ചെയ്യട്ടോ, വേഗം ജോയിൻ ചെയ്യാൻ പറഞ്ഞു. കോർഡിനേറ്റേഴ്സ്, ട്രെയിനേഴ്സ് ഒക്കെ കൊടുത്തു. അദ്ദേഹം ഈ വാതിലിനകത്തേട്ട് പ്രവേശിച്ചു കഴിഞ്ഞപ്പോ ആദ്യം കാര്യമായിട്ടൊന്നും
തോന്നിയില്ല. പൂർണ്ണമായിട്ടും നിശബ്ദമായി നിശ്ചലമായി ഇരിക്കുന്നതായിട്ട് മാത്രമേ തോന്നിയുള്ളൂ. വേറെ ഒന്നും തോന്നിയില്ല. പക്ഷേ ആഴത്തിൽ 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 സഞ്ചരിക്കും തോറും മനസ്സിലായി അയാൾക്ക് ഇത് താൻ മറന്നുപോയ സ്വപ്നങ്ങളുടെ ഗന്ധമുള്ള പൂക്കളാണ്. നിശ്ചലമായ ഒരു പൂന്തോട്ടമാണിത്. ഇവിടെ ചിന്തിക്കാനല്ല, എന്തെങ്കിലും പരിഹരിക്കാനല്ല, പകരം പൂർണ്ണമായിട്ടും പിള്ളാവാൻ എന്തോ അയാളുടെ ഉള്ളിൽ ഉരുകിപ്പോകുന്നത് അയാൾക്ക് ഫീൽ ചെയ്തു. എന്തോ ഉരുകിപ്പോകുന്നത്, നെഞ്ചിനുള്ളിൽ അടിക്കുന്ന ടിക് ടിക് പതിയെ പതിയെ അലിഞ്ഞ് പോയി. അവന്റെ ആ ക്ലോക്ക് നന്നാക്കുന്ന ആ ക്ലോക്ക് മെക്കാനിക്കിന്റെ അയാളുടെ ഓർമ്മകൾ മേഘങ്ങൾ പോലെ പതിയെ പതിയെ ഒഴുകിപ്പോയി. അവന്റെ മനസ്സിലുള്ള ഭയം പതിയെ പതിയെ വിശ്രമിച്ചു. അവന്റെ വ്യക്തിത്വം ഞാനെന്ന ഭാവം അവൻ ദേഹത്ത് കെട്ടിയിരുന്ന ഒരു നൂല് പോലെ പതിയെ അഴിഞ്ഞു വീണു. പതിയെ അഴിഞ്ഞു വീണു. അവന് മനസ്സിലായി, ഞാനൊരു ക്ലോക്ക് ഉണ്ടാക്കുന്ന ആള് മാത്രമല്ല, ഞാനൊരു വൃദ്ധനല്ല, ഞാൻ ആരുമല്ല, ഞാൻ സമയമല്ല, എനിക്ക് സമയമില്ല, ഞാനൊരു സാന്നിധ്യമായിരുന്നു, സ്നേഹമായിരുന്നു. അത് ഇപ്പോഴായിരുന്നു. അയാള് തിരിച്ച് അവന്റെ പട്ടണത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ അവന് മനസ്സിലായി, എത്ര ഉത്കണ്ഠ ഉണ്ടായാലും ശാന്തമാകുന്ന ഒരു നിശ്ചലത അവനുള്ളിലുണ്ട്. കാലത്തിനപ്പുറമുള്ള ആ ഉദ്യാനം സന്ദർശിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ശബ്ദം പതിയെ പതിയെ മങ്ങി വരും. ഇതിന് ഒരേ ഒരു മാർഗമുള്ളൂ. ഒരേ ഒരു മാർഗം. നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിരിക്കും. ഡിസിപ്ലിൻ. കൃത്യസമയം പറഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾ ഇവിടെ ഉണ്ടാവും. കൃത്യസമയം പറഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾ ഇവിടെ ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിൽ വിജയിക്കാൻ നിങ്ങൾ ഇവിടെ ശക്തിപ്പെടുത്തുന്നത് നിങ്ങളുടെ ആത്മാവിനെയാണ്. നിങ്ങൾക്ക് എന്തിനേയും അതിജീവിക്കാൻ കഴിയുന്ന, എന്തെല്ലാം പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് മാറ്റാൻ കഴിയുന്ന, എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ കഴിയുന്ന. ഞാൻ പറഞ്ഞു, നിങ്ങൾ 41 ദിവസം പങ്കെടുക്കും. എന്നിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞാൻ കേൾക്കും. എന്നിട്ട് അത് എന്താണെങ്കിലും, നിങ്ങൾ എത്ര വലിയ പ്രശ്നങ്ങളുള്ള ആളായിക്കോട്ടെ, ഇത്രയും കാലം നിങ്ങൾ എന്തെല്ലാം കൊണ്ടും ജീവിച്ചോട്ടെ, 41 ദിവസം തുടർച്ചയായി നിങ്ങൾ പങ്കെടുക്കും. എന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്ത എന്താണ് എന്ന് ഞാൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ പറ. അന്ന് നിങ്ങൾക്ക് അതിനുള്ള പരിഹാരമുണ്ട്. പക്ഷെ നിങ്ങൾ കയറണം. തുടർച്ചയായിട്ട് കൃത്യമായി 41 ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും നാള് നിങ്ങൾ പലതും നേടാൻ വേണ്ടി ഓടിയില്ലേ? പലതിനും വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിച്ചില്ലേ? പലതിനും വേണ്ടി നിങ്ങൾ ഇന്നും ഓടി നടക്കുകയല്ലേ? പല ലക്ഷ്യങ്ങൾ നേടാനും ഒക്കെ വേണ്ടിയിട്ട്. ഇപ്പോഴൊക്കെ നിങ്ങൾക്ക് എവിടെയെങ്കിലും പരിഹരിക്കാൻ ആവശ്യമുള്ള ഒരു പ്രശ്നം കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും നിങ്ങളെ അലട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ 41 ദിവസം ഇതിനകത്ത് കറക്റ്റ് ആയിട്ട്. ഞാൻ പറഞ്ഞു, ഇത് വലിയ വലിയ സ്ഥാപനങ്ങൾ, ഞാൻ അതിന്റെ പേരുകൾ പറയുന്നില്ല, അവിടെയൊക്കെ കൊണ്ടുപോയി ഇരുത്തിയിട്ട് ലക്ഷങ്ങൾ വാങ്ങി ഫീസ് വാങ്ങി കൊടുക്കുന്ന ഒരു സംഭവമാണ് ഇത്. നിങ്ങളുടെ സോളിനെ കണ്ടെത്തുക എന്നുള്ളത്. നിങ്ങളുടെ ആത്മാവിനെ എനിക്ക് കാണാൻ പറ്റും. ഞാനത് കാണാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ ഈ ട്രെയിനറായി മാറി. പക്ഷെ അതിനപ്പുറത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റണം. നിങ്ങൾ ആ കണ്ണടച്ചിരിക്കുമ്പോൾ കാണുന്ന വയലറ്റ് ആയിട്ട് വരുന്ന ഒരു ലെയർ അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ഒരു എന്താ പറയാ, അത് നിങ്ങളുടെ സോളിന്റെ ഒരു അങ്ങേ എവിടെയോ ഇരിക്കുന്ന സോളിന്റെ ഒരു എൻഡ് മാത്രമാണ്. അത് മുഴുവനും നിങ്ങൾക്ക് കാണണം. നിങ്ങൾ ഫുൾ പവർഫുൾ ആക്കണം. നിങ്ങൾ ശരിക്കും പവറായി മാറണം. കാലത്തിനപ്പുറത്ത്, സമയത്തിനപ്പുറത്ത് ഒക്കെ നിങ്ങൾ പവറായി മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ 41 ദിവസത്തെ നമ്മുടെ ഈ സോൾ അവേക്കനിങ് പ്രോസസ്സ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം നിങ്ങൾ. അതിനുശേഷം നിങ്ങളുടെ പ്രശ്നങ്ങൾ പറ. അതിനുശേഷം നിങ്ങളുടെ പ്രശ്നങ്ങൾ നമ്മൾ എടുക്കും. പക്ഷെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് നിങ്ങൾ സ്വയം ആ പ്രശ്നങ്ങൾ എടുത്ത് കളയാറായി എന്ന് നിങ്ങൾ തെളിയും. നിങ്ങളുടെ പ്രശ്നങ്ങൾ എടുത്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങളുടെ എന്ത് പ്രശ്നമായിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞു. എന്ത് പ്രശ്നമായിക്കോട്ടെ, നിങ്ങൾ അതിനെക്കുറിച്ച് ബേജാറാവണം. അതിനെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ എന്തുമാവട്ടെ. 41 ദിവസം കഴിയുമ്പോൾ പലർക്കും ഓട്ടോമാറ്റിക്കലി അത് പോയിട്ടുണ്ടാവും. നിങ്ങളുടെ ആ പ്രശ്നം പോയിട്ടുണ്ടാവും. എന്നിട്ടും പോവാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അത് അന്നേരം ഞാൻ പരിചയം. പക്ഷെ നിങ്ങൾ കൃത്യമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ പങ്കെടുക്കും. 41 ദിവസം നിങ്ങൾ പങ്കെടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ സോള് എന്റെ സോളുമായി സംസാരിക്കുന്ന ഒരു പരുവത്തിലേക്ക് വരും. ഇതിന്റെ ഇടയിലും ചെയ്യാൻ പറ്റും എനിക്ക്. 10 മിനിറ്റും കൊണ്ട് എനിക്ക് നിങ്ങളുടെ സോളുമായിട്ട് സംസാരിക്കാം. നിങ്ങളുടെ ഉള്ളിലുള്ളതെല്ലാം നിങ്ങൾ എന്നോട് പറയും. നിങ്ങൾ ഒറ്റയ്ക്ക് ഞാൻ ഒന്ന് ഇരുന്ന് കഴിഞ്ഞു. പക്ഷെ അങ്ങനെയല്ല അതിന്റെ പരിഹാരം. അത് ഭയപ്പെടുത്തിയും പേടിപ്പിച്ചും പറയിപ്പിക്കുന്നതാണ്. അതല്ല അത് വീണ്ടും ഈ ഭയപ്പെടുത്തി പറയുന്നതൊക്കെ വീണ്ടും കുറെ ആൾ കഴിയുമ്പോൾ വീണ്ടും അപ്പൊ അവരെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് പോകേണ്ടി വരും. നിങ്ങൾക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കുന്ന അത്രയും ദിവസം സന്തോഷകരമായി നല്ല സമാധാനത്തോടു കൂടി ജീവിച്ച് സ്വസ്ഥതയോടുകൂടി നിങ്ങൾക്ക് ഒരു ടെൻഷൻ വേണ്ട.